ആ നിമിഷം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി ഒഴുകിയ ഒരു കരുണയുണ്ട്. നമ്മളുടെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമാകുമെന്ന് ഈശോ തന്നെ നേരിട്ട് വിശുദ്ധരിലൂടെയൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ബൈബിളിൽ ദൈവകരുണയെക്കുറിച്ച് പറയും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ദൈവം പറയാണ്, ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. ആരോടാണെന്നറിയാമോ? ഇതുപോലെ ദൈവകരുണയെ ഇഷ്ടപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാൻ താല്പര്യമുള്ള ആളുകളോട് അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അവരുടെ 1000 തലമുറ വരെ, 1000 തലമുറ വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന കാര്യം പാടാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ തലമുറ എത്ര കഴിഞ്ഞാലും ആ തലമുറയെല്ലാം ദൈവം കരുണയോടെ ഓർക്കും. അതൊരു വലിയ പ്രോമിസാണ്. ദൈവം കരുണ കാണിക്കും നമ്മുടെ തലമുറകളോട്. ദൈവം കരുണ കാണിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ മെച്ചം കൊണ്ടോ പ്രവൃത്തിയുടെ മേന്മ കൊണ്ടോ ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥന കൊണ്ടോ നമ്മൾ കണക്ക് കൂട്ടി ജീവിക്കുന്നതുകൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ അധ്വാനിച്ച് ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു വല്ലപ്പോഴുമൊക്കെ ഒരു ഹൃദയത്തിലൊരു ഉണർവുണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കെട്ടുപോകും. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. അതായത് മറ്റു മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ആത്മീയ ഉണർവ് പോലെയല്ല ക്രൈസ്തവ സഭയിലുള്ള ഉണർവ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ പാഠമാണ്. അതായത് മറ്റു മതങ്ങളിലൊക്കെ അവരുടെ ഹൃദയത്തെ ഒന്ന് ഉണർത്തുന്ന, സ്വർഗത്തിലേക്ക് ഒന്ന് ഉണരുന്ന, ഒരാത്മീയ ഉത്കർഷമുണ്ടാക്കുന്ന, ഒരു സ്വർഗീയ അനുഭൂതി ഉണ്ടാക്കുന്ന ആത്മീയതകളാണ് മറ്റെല്ലാ മതങ്ങളിലും. ക്രിസ്തു ധർമ്മത്തിൽ അങ്ങനെയല്ല. നമ്മളിങ്ങനെ വന്ന് ഒന്ന് ആരാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവും ഉത്കർഷവും ഒരു പാരവശ്യവും ഒന്നുമല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയത. അതൊക്കെ ഉണ്ടാകുന്നത് ഇടയ്ക്കൊക്കെ ദൈവം അനുവദിക്കും, നല്ലതാണ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കെട്ടുപോകും. അതുകൊണ്ടാണ് ഒരു ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി കുറച്ച് കഴിയുമ്പോൾ അതില്ലാതാകും. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിശുദ്ധ പൗലോസ്ലീഹ ഒരിക്കൽ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ആത്മാവിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. 3-ാം സ്വർഗം വരെ അയാൾ ഉയർത്തപ്പെട്ടു. ഇത് ഒരനുഭൂതിയാണ്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരനുഭൂതി. ഇതെല്ലാ മതങ്ങളിലും ഉണ്ടാകും. നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകും. ചില ദർശനങ്ങൾ കാണും, ഒരാത്മീയ അനുഭൂതി ഉണ്ടാകും. പക്ഷേ ആ അനുഭൂതിയല്ല പൗലോസ്ലീഹായ്ക്ക് ദമാസ്കസിലേക്ക് പോയ സാവൂളിനുണ്ടായ ക്രിസ്താനുഭവം. ഉദ്ധിതനുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ അവിടെ ഉണ്ടായി. an encounter with risen Christ. ആ ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്ഥായിയായ ഒരു മാനസാന്തരത്തിനും സ്ഥായിയായ ഒരു അഗാധ ജ്ഞാനത്തിലേക്കും കൊണ്ടുപോയത്. അദ്ദേഹം തന്നെ ഇടയ്ക്ക് ആത്മാവിൽ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭൂമിയിലായി. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ അതല്ല ക്രൈസ്തവ ദർശനം. ക്രൈസ്തവ ദർശനമെന്ന് പറയുന്നത് ഉദ്ധിതനുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ്. നമ്മുടെ ഹൃദയ ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ഒരു സ്പർശനം, ഈശോയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമുക്ക് വസിക്കാൻ ഒരു സ്പേസ് നമുക്ക് കിട്ടുക. മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ?
ഈ ഉത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അതായത് നമ്മളുടെ ആത്മാവിൻ്റെ അമർത്യതയല്ല, മറിച്ച് നമ്മുടെ ശരീരം കൂടി ഉയർപ്പിക്കപ്പെട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയോടുകൂടി. ഇപ്പോൾ ബെന്യച്ചനായിട്ട് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടു കൂടി ദൈവത്തിൽ വസിക്കാനൊരു സ്പേസ് എനിക്ക് കിട്ടുക. ഇതാണ് ക്രൈസ്തവ ആത്മീയതയുടെ ലക്ഷ്യം. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ദൈവം കരുണ കാണിക്കും. അതാണ് നല്ല കള്ളന് കിട്ടിയത്. നല്ല കള്ളൻ അത്ര കണ്ട് നല്ല കള്ളനൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കള്ളനും മറ്റേ കള്ളനോട് ചേർന്ന് കർത്താവിനെ തെറി വിളിച്ച ആളാണ്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈശോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും പ്ലൂറല, ഒരാൾ മാത്രമല്ല, 2 പേരും ഈശോയെ ചീത്ത വിളിച്ചു. പക്ഷേ അവസാന നിമിഷം നല്ല കള്ളൻ എന്നിട്ടും ഇവൻ തിരിച്ചു ചീത്ത വിളിക്കുന്നില്ലല്ലോ എന്ന് കണ്ടിട്ട് അവനോട് പറഞ്ഞു, നിന്റെ പറുദീസായിൽ എന്നെയും കൂടെ ഒന്ന് ഓർത്തോണേ. ആ നിമിഷം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി ഒഴുകിയ ഒരു കരുണയുണ്ട്. എന്താ കരുണയെന്നറിയാമോ? അതൊരു അനുഭൂതിയല്ല, നല്ല കള്ളനൊരു അനുഭൂതി ഉണ്ടാക്കിയതല്ല, മറിച്ച് നല്ല കള്ളന് ദൈവത്തോടൊപ്പം വസിക്കാൻ ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും. ഇതാണ് ദൈവകരുണയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുറപ്പാട് 20:16 എന്നെ സ്നേഹിക്കുക എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ വരെ എന്ന് പറഞ്ഞാൽ സ്ഥായിയായ ഒരു കരുണ. ദൈവത്തിൽ വസിക്കാൻ ഒരു സ്പേസ് നമുക്ക് കിട്ടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയും. ഈ കരുണയുള്ള അപ്പനെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈ അപ്പനെ കാണിച്ചു തരാനാണ് ഈശോ വന്നത്. അതായത് ഈശോയുടെ ഉദ്ധിത മുഖം, ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മുഖമാണ് ഈ അപ്പൻ്റെ കരുണയുള്ള മുഖം. അതുവരെ ഈ അപ്പനെക്കുറിച്ച് യഹൂദർ കരുതിയത്, ലോകം കരുതിയത് ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയായ ഒരപ്പനാണ്. ശരി ചെയ്താൽ ട്രോഫി, സമ്മാനം, മെഡൽ. തെറ്റ് ചെയ്താൽ ചൂരപടി കൊണ്ട് അടി. അന്നേരം അപ്പം അടി കിട്ടുമെന്നാണ് ഇന്നും ആളുകൾ പറയുന്നത് ദൈവത്തെക്കുറിച്ച്. പക്ഷേ യേശു പഠിപ്പിച്ച ദൈവപിതാവെന്ന് പറയുന്നത് അങ്ങനെ ശിക്ഷിക്കുന്ന ഒരപ്പനെ കുറിച്ചല്ല, കരുണയുള്ള ഒരപ്പനെ കുറിച്ചാണ്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങൾ ദൈവത്തിൻ്റെ കരുണയെ ഉറപ്പിച്ചു പറയുന്ന വചനമാണ്. വിശ്വസിക്കണം. പലർക്കും ദൈവത്തെങ്കിലേക്ക് വരാൻ പറ്റാത്തത്, പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം മടിയൊന്നുമല്ല. നമ്മൾ പറയും മടിയാണ്, സമയമില്ല, അതൊന്നുമല്ല. ഒരിക്കലും ഈ കരുണ ഒന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഒരിക്കലെങ്കിലും ദൈവകരുണ വെളിപ്പെട്ട് കിട്ടിയ ഒരു പൈതലിന് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എൻ്റെ അപ്പനോട് ഒരു സ്നേഹം തോന്നും, എന്നോട് എന്തുമാത്രം കരുണയാണ്, എന്തുമാത്രം എന്നെ പൊതിഞ്ഞു പിടിക്കുക, ആരുടെ മുമ്പിൽ എറിഞ്ഞു കളയാതെ. എത്ര വേണമെങ്കിലും എന്നെ ശിക്ഷിക്കായിരുന്നു, പക്ഷേ പിന്നെ എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുക. ആരുടെ മുമ്പിൽ എൻ്റെ തെറ്റുകൾ വെളിപ്പെടുത്താതെ, ഞാൻ രഹസ്യത്തിൽ ചെയ്യുന്ന പാപം പോലും ക്ഷമിച്ച് ആർക്കും എറിഞ്ഞു കൊടുക്കാതെ എന്നെ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ. അതാണ് 103-ാം സങ്കീർത്തനത്തിൽ 8-9 വാക്യം എന്ന് വായിക്കാം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ആ വചനമൊക്കെ ഒന്ന് മക്കളെ ഒന്ന് ധ്യാനിച്ചേ. കർത്താവ് ആർദ്രഹൃദയനാണ്. കഠിനമായ ഒരു കല്ല് പോലുള്ള ഹൃദയമല്ല ദൈവത്തിനുള്ള. അങ്ങനെ ആരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായാലും. ദൈവം ഇങ്ങനെ തൊറ്റനും പിടിച്ചതിനൊക്കെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായിരുന്നേ. ദൈവത്തിൻ്റെ വായിച്ചതിനോട് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്.
അടുത്ത വചനം. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അയ്യോ, ക്ഷമാശീലനം എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കും ഇന്നലെ ചെയ്ത പാപം ക്ഷമിച്ചേക്കും, പക്ഷേ ഇന്ന് ചെയ്ത പാപം ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല, അതുപോലെ തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയാണ് ക്ഷമശീലമാക്കിയ കർത്താവാണ്. നമ്മളെ നോക്കുമ്പോൾ ഈശോ ദൈവപിതാവ് കാണുന്നത് എന്തുകൊണ്ടാണ്, ആരെയാണെന്നറിയാവോ? ദൈവം നോക്കുന്നത് ഈശോയെയാണ് കാണുന്നത്. പിതാവ് നോക്കുമ്പോൾ പിതാവ് തൻ്റെ പുത്രനോട് കോപിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈശോ തൻ്റെ മുറിവുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുക. പിതാവ് നോക്കുമ്പോൾ കാണുന്നത് ഈശോയാണ്. അതുകൊണ്ട് നമ്മളോട് കോപിക്കാൻ പറ്റില്ല. മകൻ അപ്പനെ നോക്കി പറയും, അപ്പാ എൻ്റെ കൈ കണ്ടോ, മുറിവ് കണ്ടോ, ഈ മുറിവെല്ലാം ഇവന് വേണ്ടി ഇവക്ക് വേണ്ടിയായിരുന്നു. ഇത് കേൾക്കുമ്പോഴേ അപ്പ പറയും പോട്ടെ സാരമില്ല, ക്ഷമിക്കുക. പുത്രൻ്റെ മുറിവിനെ പ്രതി നമ്മളോട് ക്ഷമ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ഒരപ്പൻ. ഇതാണ് ദൈവകരുണ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആ വചനമൊക്കെ നമ്മൾ എടുത്ത് ധ്യാനിക്കും. ദൈവവചന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ലേ ദൈവത്തിൻ്റെ വചനം. സ്നേഹനിധിയായ ഒരപ്പൻ, സ്നേഹനിധി. നമ്മൾ കാണുന്ന അപ്പന്മാർ പോലൊന്നുമല്ല, സ്നേഹനിധി. ഈ അപ്പൻ്റെ അടുത്ത് മക്കളൊന്ന് വരണമെന്നാണ് അപ്പൻ ആഗ്രഹിക്കുന്നത്. അടുത്തൊന്ന് വരാവോ, എൻ്റെ അടുത്തൊന്നും മിണ്ടാവോ, എന്നോട് പറയാവോ, നിൻ്റെ സങ്കടമൊക്കെ എന്നോട് പറയാവോ, നിൻ്റെ കുറവും പാപമൊക്കെ എന്നോടൊന്ന് പറയാവോ. അങ്ങനെ കൊതിക്കുന്ന ഒരപ്പൻ, കരുണയുള്ള ഒരപ്പൻ. അടുത്ത വചനം. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. അതാണ് അവിടുന്ന് കരുണയുള്ളവനാണെന്ന് പറയാൻ കാര്യം. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് നമ്മളെ കിരീടമണിയിക്കുന്നു എന്നൊരു വചനമുണ്ട്. സങ്കീർത്തനം 103-4 വാക്യം കൂടെ ഒന്ന് വായിച്ചു തരാം. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. എന്നെ അണിയിക്കുന്നു. പ്രിയപ്പെട്ട, നമ്മൾ ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓരോ കിരീടമുണ്ട്. അത് ദൈവം തന്ന കിരീടമാണ്. ആ കിരീടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹമാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹമാണ്. നമ്മളോട് കാണിച്ച കരുണ, നമ്മളോട് കാണിച്ച സ്നേഹം. അതുകൊണ്ട് അടുത്തൊരു വചനം 111 വാക്യം കൊണ്ട് 103 സങ്കീർത്തനം നിങ്ങൾ വായിക്കണേ. ദൈവകരുണയുടെ ഒരു സങ്കീർത്തനമാണ്. ദൈവകരുണയെ പുകഴ്ത്തുന്ന ഒരു സങ്കീർത്തനമാണ്. അത് വായിക്കാം. 103 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ മക്കളോട്, തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശം. നമ്മൾ വിചാരിക്കും ആകാശം എന്തുകൊണ്ട് അവിടെ കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലായത് ആകാശം അവിടെ നിന്നുമല്ല, പിന്നെയും അങ്ങോട്ടാണ്, പിന്നെയും ചെല്ലുമ്പോഴാണ്, പിന്നെ അതുപോലെ ഉയർന്നു പോകുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. നമുക്ക് എത്തിപ്പിടിക്കാനാവാത്തത്ര കരുണ ദൈവത്തിനുണ്ട്. നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പാ എന്ന് വിളിച്ച് ഈശോ, വേറെ ഒന്നും പറയണ്ട, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ അപ്പാ എന്ന് വിളിച്ചൊന്ന് നോക്കിയാൽ മതി. ഈ കരുണ നമ്മളെ അങ്ങോട്ട് പൊതി. ഹല്ലേലൂയ, ഏറ്റു പറയാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യെശയ്യാ 30-18 വാക്യം. അതിനാൽ
നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. കർത്താവ് ആ വാക്കങ്ങോട്ട്, കർത്താവ് കാത്തിരിക്കുന്നു. അങ്ങനെ പറയണം, കർത്താവ് കാത്തിരിക്കുന്നു. നമ്മൾ ഈ ബസ്സിനൊക്കെ ഇങ്ങനെ കാത്തിരുന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ബസ് വരാമ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ബസ്സാണോ? ഇതുപോലെ ദൈവം കാത്തിരിക്കാൻ. എന്തിനാണെന്നറിയാമോ? നമ്മളോട് ഔദാര്യം കാണിക്കാൻ, നമ്മളോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. പക്ഷെ നമ്മളോട്ട് വരുന്നുമില്ല, ബസ് ലേറ്റാണ്. നമ്മളോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആരാധന, ദിവ്യകാരുടെ ആരാധനയിലൊക്കെ വന്ന് കർത്താവേ കരുണയായിരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദൈവം ഉറപ്പായിട്ട് നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് കരുണ കാണിച്ചിരിക്കും. വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനമോ? നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. അതായത് ദൈവം തന്നെ ഉയർത്തേണ്ട കാര്യമില്ല. എന്നാലോചിച്ചേ, ദൈവത്തിന് തന്നെ ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ദൈവം തന്നെ ഉയർത്തും. എന്തിനാണെന്നറിയാമോ? നമ്മളോട് കരുണ കാണിക്കാൻ. ദൈവം തന്നെ ഉയർത്തുന്നത് നമ്മളോട് കരുണ കാണിക്കാനാ, ഗമ്മ കാണിക്കാനല്ല. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒരു വചനം കൂടെ കാണാം, നല്ലൊരു വചനമാണ്. വിലാപങ്ങൾ 3:22 നമുക്കറിയാവുന്ന വചനമാണ്. ആ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഈശോ വന്നത്. അതായത് യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഈശോ ചരിത്രത്തിൽ എവിടെയോ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പോയ ആളല്ല. ഇന്നും ജീവിക്കുന്ന ചിരഞ്ജീവിയാണവൻ. എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ മരണത്തിനപ്പുറത്തേക്ക് അവൻ കാലെടുത്ത് വെച്ചു. ഉത്ഥാനമെന്ന് പറയുന്നത് അതാണ്. ഈ സസ്യജീവൻ പോലെയോ ആനിമൽ ലൈഫ് പോലെയോ ഹ്യൂമൻ ലൈഫ് പോലെയോ ബയോളജിക്കൽ ലൈഫല്ല, ജീവശാസ്ത്രപരമായ ജീവനല്ലത്. അതിനപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്ക് ജീവൻ, സമൃദ്ധമായ ജീവൻ, സോയെ എന്നാണ് ബൈബിൾ വിളിക്കുക. ആ ജീവനിലേക്ക് കാലെടുത്ത് വെച്ച ഈശോ എന്തിനാ വന്നതെന്നറിയാമോ? ഈ ഭൂമിയിൽ വന്നത് ഈ സമൃദ്ധമായ ജീവൻ്റെ ഉറവിടമായ ദൈവം കരുണയുള്ള ഒരപ്പനാണെന്ന് പഠിപ്പിക്കാനാണ് വന്നത്, കാണിച്ചു തരാനാണ്. ഈ അപ്പൻ ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയായ അപ്പനല്ല. ശരി ചെയ്താൽ ട്രോഫി, തെറ്റ് ചെയ്താൽ അടി, അതുവരെയുള്ള ചിത്രം, ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം അതായിരുന്നു. അതല്ല, ദൈവം കരുണയുള്ള അപ്പനാണ്. ഇത് വെളിപ്പെടുത്തി തരാനാണ് ഈശോ വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യമേ നമ്മൾ കാണുന്നത് 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇതൊരു പ്രാർത്ഥനയാണ്. മഹാപുരോഹിതനായി ഈശോയുടെ പ്രാർത്ഥന, മഹാപുരോഹിതൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഇതാ ഞാൻ തിരിച്ചു വരാൻ പോവാണ്. നാളെ ഗത്സമേൻ ആചരിച്ചിട്ട് ഞാൻ തിരിച്ചു വരാൻ പോവാണ്. വെള്ളിയാഴ്ച ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഈശോ ഒന്ന് തലേന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാമോ? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അടുത്ത വചനം കൂടെ. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈശോ പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഇതാ അങ്ങെന്നെ ഏൽപ്പിച്ച ജോലി 33 വർഷം ജീവിച്ച് പൂർത്തിയാക്കിയിട്ട് നാളെ കഴിഞ്ഞ് കുരിശിൽ മരിച്ച് ഞാൻ വരാൻ പോവാ. ഇതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്.
ഈശോ എന്നെ പിതാവേ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി, ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഞാൻ പൂർത്തിയാക്കി. മൈ ഡ്യൂട്ടി ഈസ് ഓവർ. ഇതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, നീ എന്നെ എപ്പോഴാണ് ഏൽപ്പിച്ചെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുൻപ് പിതാവുമായിട്ടുള്ള ഒരു മഹത്വത്തിൻ്റെ കാലയളവുണ്ട്. പുത്രൻ തമ്പുരാൻ എന്ന നിലയിൽ, തൃത്വത്തിലെ രണ്ടാമത്തെ ആളെന്ന നിലയിൽ മഹത്വത്തോടെ ഇരുന്നപ്പോൾ പിതാവ് ഈ പുത്രനെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് പോകണം, എന്നിട്ട് മനുഷ്യരെ മുഴുവനും സഹിച്ച് രക്ഷിക്കണം. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. അപ്പം അതുകൊണ്ട് സഹിച്ച് സഹനത്തിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. കുടുംബത്തിൽ അപ്പൻ സഹിച്ചാലേ കുടുംബം രക്ഷപ്പെടും, അമ്മ സഹിച്ചാലേ മക്കൾ രക്ഷപ്പെടും. കുടുംബത്തിലാണെന്നല്ല, എല്ലാ ജീവിതത്തിലും സഹനം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്ക് കാരണം. ദ ഓൺലി റിയാലിറ്റി ഇൻ ദിസ് വേൾഡ് ഈസ് സഫറിങ്. ഈ ലോകത്തിൽ ഒറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ, സഹനം. അപ്പോൾ ഈശോ പറയാണ്, പിതാവേ, എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഞാൻ വരാൻ പോവാ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ, ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതായത് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്ഥാനം, ആ മഹത്വം, അത് തിരിച്ചു തരണം. ഇപ്പം മനുഷ്യനായി വന്ന് ഡ്യൂട്ടി പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വരികയാണ്. പുത്രൻ തമ്പുരാൻ എന്നുള്ള തൃത്വത്തിലെ രണ്ടാമത്തെ ആൾ, ദൈവം എന്നുള്ള ആ സ്ഥാനം എനിക്ക് ആ മഹത്വം തിരിച്ചു തരണമെന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഞാൻ തിരിച്ചു വരികയാണ്, ഡ്യൂട്ടി പൂർത്തിയാക്കി, ഞാനിതാ ദൈവം, തൃത്വത്തിലെ രണ്ടാമത്തെ ആളാണ്, ആളായി ഞാൻ തിരിച്ചു വരികയാണ്. അങ്ങയുടെ വലത്തുവശത്ത് മഹത്വത്തോടെ ഇരിക്കാൻ ഞാൻ വരികയാണ്. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. ഇതായിരുന്നു ഈശോയ്ക്ക് പിതാവ് കൊടുത്ത ഡ്യൂട്ടി. അതാണ് ഈശോ അടുത്ത വചനത്തിൽ പറയുന്നത്. എന്തായിരുന്നു ഈ ഡ്യൂട്ടി? എന്തിനാണ് ഈശോ വന്നത്? പിതാവ് തൃത്വത്തിൽ പുത്രനെ ഏൽപ്പിച്ച ജോലി എന്തായിരുന്നു? 6-ാം വാക്യം, ലോകത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം വെളിപ്പെടുത്തുക. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഡ്യൂട്ടി. ആരാണ് ഈ അപ്പൻ? യഥാർത്ഥത്തിൽ ഈ അപ്പൻ ആരാണ്? ഈ അപ്പൻ്റെ മുഖം എന്താണ്? ഈ അപ്പൻ്റെ സ്വഭാവം എന്താണ്? ഇത് വെളിപ്പെടുത്തിയിട്ട് നീ തിരിച്ചു വരിക. ഇതാണ് പിതാവ് ഏൽപ്പിച്ച ജോലി. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ജോലിയും കൊണ്ടാണ് വന്നേ. അതാണ് ഈശോ പറഞ്ഞത്, പിതാവേ, അങ്ങ് എനിക്ക് തന്നവർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി. ആ വചനം ഒന്ന് ഏറ്റു പറയാമോ? ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അപ്പോഴവർക്ക് എന്ത് പിടികിട്ടിയെന്നറിയാമോ? അതായത് ഈശോയുടെ ശിഷ്യന്മാർക്ക് പിടികിട്ടിയ എന്താണെന്നറിയാമോ? 7-ാം വാക്യം, അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. ഞാനിത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ അപ്പൻ്റെ എല്ലാ സ്വഭാവവും ഈ മകനുണ്ട്. ഈ ആളുകൾക്ക് മനസ്സിലായി, ഈ അപ്പൻ്റെ കരുണയുടെ മുഖം തന്നെയാണ് ഈശോ. ഈ കരുണ ഉള്ള ഒരു സ്നേഹമുള്ള ഒരു അപ്പനെ കുറിച്ച് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ പറയണ, പിതാവേ, ആ ജോലി, ആ ദൗത്യം അതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഏൽപ്പിക്കുക. എന്ത്? കരുണയുള്ള അപ്പനെ ലോകത്തിന് കൊടുക്കുക. ഈ സ്നേഹമുള്ള അപ്പനെ കുറിച്ച് ലോകത്തോട് പറയാനാണ് അടുത്ത ദൗത്യം. നമ്മുടെ ഡ്യൂട്ടി വേറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ് 18-ാം വാക്യം വായിക്കാമോ? അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ
എന്ന് പറഞ്ഞാൽ, പിതാവേ, അങ്ങ് എനിക്ക് ഏത് ജോലിയുമായിട്ടാണോ ഭൂമിയിലേക്ക് അയച്ചത്, അതുപോലെ അതേ ജോലി ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നു. എന്താ ജോലി? പോയി. എന്താ ജോലി? കരുണയുള്ള അപ്പൻ്റെ കരുണാർദ്ര സ്നേഹത്തെ ലോകത്തോട് പറയുക. സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. ഒറ്റ ദൗത്യമുള്ളൂ ക്രിസ്ത്യാനിക്ക്, സ്നേഹമുള്ള ഈ അപ്പനെക്കുറിച്ച് പറയുക. അതിനാണ് ഈ കരുണയുടെ തിരുനാളൊക്കെ. ഈ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അതിനാണ്. കരുണയുള്ള ഒരു അപ്പനെക്കുറിച്ച് അനുഭവിക്കുക, അത് ലോകത്തോട് പറയുക. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈശോയ്ക്ക് ഒരു ഡ്യൂട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, കരുണയുള്ള അപ്പനെക്കുറിച്ച് പറയുക. ആ ഡ്യൂട്ടി ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നിട്ട് ഈശോ പറഞ്ഞു, അവരെ ഞാൻ ഇതാ ലോകത്തിലേക്ക് അയക്കുന്നു. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവരെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്ത് പറയാൻ? കരുണയെക്കുറിച്ച് പറയാൻ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് ആളുകൾക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. വലിയൊരു ജനത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. കോപിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, പ്രവാസത്തിലേക്ക് അടിമത്തത്തിലേക്ക് അയക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. തെറ്റ് ചെയ്താൽ അന്നേരം ബാബിലോൺ അടിമത്തം, ഈജിപ്തിൻ്റെ അടിമത്തം, അസിറിയ അടിമത്തം, അങ്ങനെ എല്ലാ അടിമത്തങ്ങളിൽ ജീവിച്ച് നരകിച്ച് അവസാനം എല്ലാ രാഷ്ട്രീയാധിപത്യങ്ങളും കൊണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ദുരിതം പിടിച്ച് ഗതികെട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ. അവർക്കൊരിക്കലും സ്നേഹിക്കുന്ന ഒരപ്പനെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയിട്ടേയില്ല. അവിടെയാണ് ഈശോ കരുണയുള്ള അപ്പനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്, കാണിച്ചു കൊടുത്തു. ഒരു കുഷ്ഠരോഗി പഴുത്തളിഞ്ഞ് ജീർണിച്ച് അഗ്രങ്ങളെ ബാധിക്കുന്ന രോഗമാണ്, മൂക്കും കണ്ണും ഇല്ല, പറഞ്ഞു. അങ്ങനെ ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ ഈശോ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇങ്ങനെ തന്നെ ആ പിതാവ് എൻ്റെ അപ്പായും. ആരെയും അന്യരാക്കാത്തൊരപ്പനുണ്ട്, ആരെയും അവഗണിക്കാത്തൊരപ്പനുണ്ട്, അന്യരാക്കിയവരെ പോലും സ്വന്തമാക്കുന്ന ഒരപ്പനുണ്ട്. ഈ ഭൂമിയിൽ നീ ആർക്കും വേണ്ടാത്തവനാണേലും നിന്നെ സ്വന്തമാക്കുന്ന ഒരപ്പനുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ, കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ, കാണാതായ ആടിൻ്റെ ഉപമയിലല്ല ഈ കരുണയുടെ മുഖമായി ഈശോ പഠിപ്പിക്കുന്നത്. സ്നേഹിക്കുന്ന ഒരപ്പൻ. പാപിനിയെ എല്ലാവരും വെറുത്തുപേക്ഷിച്ചു എറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നേ കല്ലും കട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക, എറിഞ്ഞു കൊല്ലും. അർത്ഥനഗ്ന അവളുടെ ശരീരം മണ്ണിൽ കിടക്കുക. അവർ പറഞ്ഞു, ഡോ ഈശോ പറ, ഇങ്ങനെയുള്ളവന്മാരെ ഭൂമിക്കുമേ വെച്ചേക്കരുത്, എറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മോശ പറ, നീ എന്നാ പറയുന്നു? ഈശോ പറഞ്ഞു, തൊട്ടുപോകരുത്, അവളെ തൊട്ടുപോകരുതെന്ന്. അതാണ് എൻ്റെ അർത്ഥം, എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. ആ ഒരു സ്നേഹമാണ് പ്രിയപ്പെട്ട. എല്ലാവരും അവഗണിച്ചതാണ്, എല്ലാവരും തള്ളിക്കളഞ്ഞ, എറിഞ്ഞു കൊല്ലാൻ വിധിച്ചവൾ. പക്ഷേ ഈശോ കളയുകയല്ല, നിനക്ക് ഈശോ ഉണ്ട്. അതാണ് ഈശോയുടെ സ്നേഹം, കരുണ. ഈ കരുണയെ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ആശീർവാദത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാം.